നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എന്തിനാണല്ലോ പുറപ്പാടാ? അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? ഇവിടെ കണ്ടുപോകരുത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? ചേച്ചി ഇറങ്ങിപ്പോവാൻ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്? മോനെ പോലീസ് കൊണ്ടുപോകുന്ന നീ കണ്ടല്ലേ? അയ്യോ, അത് അവൻ തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല. പനിനീരിന് പകരം ആരോ കരിയോയിൽ ഒഴിച്ചതാ. അതൊക്കെ പോലീസുകാർ തെളിയിച്ചോളും. ഞാൻ ചോദിച്ചതേ, നീ എന്തിനാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നതെന്നാ. മംഗല്യ വിളക്ക് കണ്ടില്ലേ? ദർശനയുടെ അമ്മായി ഞാനല്ലേ. നിങ്ങൾ എന്തിനാ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്? താലപ്പൊലിയും കൊണ്ട് പെണ്ണിനെ മണ്ഡപത്തിലേക്ക് ആനയിക്കേണ്ടതേ അമ്മായിയുടെ കടമയാ. നിന്റെ ഒരു കടമ? കുറച്ചു മുമ്പേ നിന്റെ മകന്റെ കടമ ഞാൻ കണ്ടു. നീ ഇത്രയും കാലം അമ്മായി ചമഞ്ഞ ആ പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ പവിത്രമായൊരു ചടങ്ങാ ഇവിടെ നടക്കാൻ പോകുന്നത്. ദർശനയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു ചടങ്ങിനിടയ്ക്ക് നിന്നെപ്പോലൊരു നീച ജന്മത്തിന്റെ സാന്നിധ്യം വേണ്ട. നീ ഇറങ്ങി പോകുന്നുണ്ടോ? ദേ, പലരും ശ്രദ്ധിക്കുക. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇനിയും ഭാര്യയെ തല്ലി ഇറക്കിയെന്ന ഒരു പേരുദോഷം വേണ്ട. മംഗല്യവിളക്കുമായിട്ട് വന്നിരിക്കുന്നു. ഈ മംഗല്യത്തിന്റെ ചടങ്ങിനിടയ്ക്ക് നിന്റെ സാന്നിധ്യം കളങ്കമേ ഉണ്ടാക്കൂ. മോൻ വരന്റെ ദേഹത്ത് കരിയോല് തെളിച്ചു. ഇനി നീ മണ്ഡപത്തിൽ കയറി എന്റെ മോക്ക് എന്ത് ദ്രോഹമാണ് ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം? ഇനി റിസ്ക് എടുക്കാനേ എനിക്ക് വയ്യ. ഇറങ്ങി പോവാൻ നോക്ക്. നീയായിട്ട് ഇറങ്ങിപ്പോന്നോ അതോ നിന്നെ ഞാൻ പിടിച്ചിറക്കണോ? ഇല്ല ഉണ്ണിയേട്ടാ, ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം ഉണ്ണിയേട്ടാ. പ്ലീസ് ഉണ്ണിയേട്ടാ. വേണ്ട. ഇനി നിന്നെ ഞാൻ വിശ്വസിച്ച നാട്ടുകാരെന്നെ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ ഈ കൊച്ചു കയറി ചെല്ലുന്ന വീട്ടുകാരൻ. ദേവിയെ നീ ഇറങ്ങിപ്പോ. എന്നെ ഇറക്കി വിടല്ലേ.